ഇറ്റ്സ് മീ സവിത ജാൽസ് ഫ്രം പൂത്തിരൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. ത്രെഡ് കൗണ്ട് പറയുകയാണെങ്കിൽ 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടൺ ആണ്. ഡിഫറെന്റ് ഡിസൈൻസും രണ്ട് കളറുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പീച്ച് കളറിലേക്ക് പോകുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള പീച്ച് അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയാം. അതിനകത്ത് വന്നിട്ടുള്ള ഒരു പീച്ച് കളറിലാണ്. ഇതിനകത്ത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തി ഇത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പോയിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണ്. ഇത് ക്യാമ്പ്രിക് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മൾ കോട്ടൺ ഈ ക്യാമ്പ്രിക് ആകുമ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലേക്കാണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു എന്താ പറയാ പരുപരുത്ത കോട്ടൺ ഒന്നും അല്ല. അപ്പൊ ഈ കൈ കിട്ടി കഴിയുമ്പോൾ ഇത് കോട്ടൺ അല്ലായിരുന്നു എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് അതൊന്ന് ബേൺ ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. പ്യുവർ കോട്ടൺ നമ്മൾ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നത്. അതുപോലെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ക്യാമ്പ്രിക് ആണ്. അതായത് ഒരു 60s ത്രെഡ് കൗണ്ട് ആയിട്ടുള്ള ഒരു ക്യാമ്പ്രിക് കോട്ടൺ ആണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നന്നായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു ഡിസൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രണ്ട് ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഒന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ബൂട്ട പോലത്തെ പ്രിന്റ് ആണ്. ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പ്രിന്റുകളായിരുന്നു. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ജാലി പാറ്റേണിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. കുറച്ച് ലൈറ്റർ ടോൺ ആണ് ഇന്നത്തെ വീഡിയോനകത്ത് വന്നിട്ടുള്ളത്. ടോപ്പും ബോട്ടവും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പ് തന്നെ ഈ ഡിസൈനർ കുർത്തി പോലെയൊക്കെ ചെയ്യാം. ജാലി പാറ്റേണിലുള്ള ഒരു ഡിസൈൻ ആണ് ഇപ്പൊ കാണുന്നത്. ഇതിനെല്ലാം പ്രൈസ് 119 ആണ്. ഞാൻ പ്രൈസ് പറയാൻ വിട്ടുപോയി. 44 ഇഞ്ച് വിട്ടിൽ 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഈ സെയിം കളറിൽ ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതാണ് ശരിക്കും ബോട്ടത്തിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു ഡിസൈൻ ആണ്. ബോട്ടം തയ്ക്കാൻ മാത്രം കൊള്ളൂന്നല്ല, അല്ല നമുക്ക് ടോപ്പൊക്കെ ചെയ്തിടാം. പക്ഷെ ഈ ഒരെണ്ണം ടോപ്പിൽ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ വരുന്നത്. 119 തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ്. ഇപ്പൊ നമ്മൾ 3 ഡിസൈൻ കണ്ടല്ലോ. ഈ സെയിം ഡിസൈൻ തന്നെ വേറെ ഒരു കളറിലും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പർപ്പിളിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോണിലേക്കാണ് പോകുന്നത്. ഇത് വന്നിട്ടുള്ളത് ഒരു ബൂട്ട പോലത്തെ പ്രിന്റ് തന്നെയാണ്. ആദ്യം കണ്ട ആ സെയിം ബൂട്ട പോലത്തെ പ്രിന്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. എല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ്. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെ. ഇതിന്റെ ജാലി പാറ്റേണിലുള്ള ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇതും ആ ഒരു പീച്ചിൽ കണ്ടായിരുന്നു. സെയിം തന്നെ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലേക്ക് വന്നതാ. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ആ സ്ട്രൈപ്പ് പാറ്റേൺ കണ്ടില്ലേ, ആ സെയിം തന്നെ നമുക്ക് ഈ ഒരു കളറിലും വന്നിട്ടുണ്ട്. ഇത് സ്ട്രൈപ്പ് ഡിസൈനിലാണ് കേട്ടോ. താഴോട്ട് പോകുന്ന പോലെ ആയിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത്. 119 തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. ഒരുപാട് പൊടി വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ബോട്ടം ചെയ്യാം, ടോപ്പും ചെയ്യാം, ലൈനിങ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. ക്യാമ്പ്രിക് ആണ് ഫാബ്രിക്. 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് നമ്മൾ ഇന്ന് കണ്ട കളക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയട്ടെ, പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. ഇനി ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ കണ്ടതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.